ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. പരാതികൾ നോഡൽ ഓഫീസർമാർക്ക് കൈമാറാമെന്ന് കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന ആവശ്യമായി നടി രഞ്ജിനിയും കോടതിയെ സമീപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ തടഞ്ഞുവെച്ച ഭാഗങ്ങൾ പുറത്തുവിടുന്നത് വിവരാവകാശ കമ്മീഷൻ പരിഗണിക്കവെയാണ് നീക്കം. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ 50 കേസുകൾ എടുത്തിരിക്കുന്നു, അത് പരിശോധനയ്ക്കായി നൽകിയിരിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. കോടതിയിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂടുകയാണ്. ഇപ്പോൾ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തതായാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആ കേസുകളുടെ വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കൊക്കെ എതിരെയാണ് FIRകൾ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ മുന്നുത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ കേസുകൾ എടുത്ത് അന്വേഷിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഈ കേസുകളുടെ എണ്ണം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട നീക്കം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു നോഡൽ ഓഫീസർമാരെ ഹൈക്കോടതി നിയമിച്ചിരുന്നു. ആ നോഡൽ ഓഫീസർമാരുടെ അധികാര പരിധി കോടതി ദീർഘിപ്പിച്ചിരിക്കുന്നു, വിപുലപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പരാതികൾ കൂടി ഈ നോഡൽ ഓഫീസർമാർക്ക് സ്വീകരിക്കാനുള്ള അധികാരമാണ് കോടതി നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നാൽ ആ പരാതികൾ സ്വീകരിച്ച് അപ്പോൾ തന്നെ SITക്ക് കൈമാറാനും ഹൈക്കോടതി നോഡൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്നത് നടി രഞ്ജിനിയുടെ ഭാഗത്തു നിന്നാണ്. രഞ്ജിനി വിവരാവകാശ നിയമപ്രകാരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നതും അത് തടയണമെന്നതാണ് അവരുടെ ആവശ്യം. രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അത് അവരെ ഈ കേസിൽ കക്ഷി ചേർക്കാൻ കൂടി കോടതി ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.